Hi guys, welcome to We Learn Study platform First News. Parliament highlights Lok Sabha adjourned for the day amid opposition over farm laws. ഇതിൽ അഡ്ജേണിനെ പറ്റിയാണ് പറയുന്നത്. അഡ്ജേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ സിറ്റിങ് മാറ്റി വെക്കുക. അപ്പം അഡ്ജേൺ രണ്ട് ടൈപ്പ് ഉണ്ട്. അഡ്ജേൺ എന്ന് പറയുമ്പം എന്താണ്, ഇപ്പം നമ്മുടെ പാർലമെൻറ്റിൻ്റെ ആ ഒരു സിറ്റിങ് അല്ലെങ്കിൽ അവരവിടെ കൂടിയിരിക്കുന്ന എൻഗേജ്മെൻറ്റ് കുറച്ച് സ്പെസിഫൈഡ് ടൈമിലേക്ക് മാറ്റി വെക്കുകയാണ്. അത് ചിലപ്പം മണിക്കൂറുകളാവാം, കുറച്ച് ദിവസങ്ങൾക്കേക്കാവാം, അല്ലെങ്കിൽ ഒരാഴ്ച വീക്സുകളാവാം. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ടൈം പറഞ്ഞിട്ട് ഇന്ന ദിവസം നമുക്ക് വീണ്ടും കൂടാം എന്ന് പറയുന്നതാണ് അഡ്ജേൺ എന്ന് പറയുന്നത്. എന്നാൽ അഡ്ജേൺഡ് സൈൻഡായി ഉണ്ട്. അഡ്ജേൺമെൻറ്റ് സൈൻഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ജസ്റ്റ് അഡ്ജേൺമെൻറ്റിൽ എന്താണ് ഇത്ര സ്പെസിഫൈഡ് ടൈം പറഞ്ഞിരിക്കും അല്ലേ. എന്നാൽ സ്പെസിഫൈഡ് ടൈം പറയാതെ ഇൻഡെഫിനിറ്റ് പീരീഡിൽ മാറ്റി വെക്കുന്നതിനെ അഡ്ജേൺമെൻറ്റ് സൈൻഡായി എന്ന് പറയും. അതായത് എന്നാണ് ഇനി ഇവർ റീ അസംബ്ലി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതിനെയാണ് അഡ്ജേൺമെൻറ്റ് സൈൻഡായി എന്ന് പറയുന്നത്. അഡ്ജേൺമെൻറ്റിൽ സിറ്റിംഗ് മാത്രമേ ടെർമിനേറ്റ് ചെയ്യുള്ളൂ, സെഷൻ ഒരിക്കലും മാറ്റി വെക്കില്ല. ഒരിക്കലും ഒരു സെഷനെ നമുക്ക് അഡ്ജേൺ ചെയ്യാൻ പറ്റില്ല. എന്താണ് മാറ്റി വെക്കുന്നത്, അവർ കൂടുന്ന ആ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്, അത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു എന്നേ ഉള്ളൂ. സെഷൻ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു അഡ്ജേൺമെൻറ്റിനുള്ള കാര്യങ്ങൾ പറയുന്നത് ആരുടെ കയ്യിലാണ് ആ പവർ ഉള്ളത്? പ്രിസൈഡിങ് ഓഫീസറായിട്ടുള്ള ലോക്സഭ സ്പീക്കറാണ് അഡ്ജേൺമെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം അഡ്ജേൺമെൻറ്റ് സൈൻഡായും അഡ്ജേൺമെൻറ്റും ഡിക്ലെയർ ചെയ്യുന്നത് പ്രിസൈഡിങ് ഓഫീസറായിട്ടുള്ള ലോക്സഭ സ്പീക്കറാണ്. എന്നാൽ പാർലമെൻറ്റിൽ പൊറോഗേറ്റ് അല്ലെങ്കിൽ ടെർമിനേഷൻ ചെയ്യുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും. അതായത് ആർട്ടിക്കിൾ 85 ക്ലോസ് 2 സബ് ക്ലോസ് 2 ഇതിൽ ഒരു സെഷൻ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ കൊടുക്കുന്നത് പ്രസിഡൻ്റാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഓൺ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ഇന്ത്യ ഗെറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. സോ വേൾഡ് വെറ്റ്ലാൻഡ് ഡേയെ പറ്റിയാണ് പറയുന്നത്. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ നമ്മൾ 2 ഫെബ്രുവരിയിലാണ് ആഘോഷിക്കുന്നത്. വെറ്റ്ലാൻഡ് കൺസർവേഷൻ, റിസ്റ്റോറേഷൻ, മാനേജ്മെൻറ്റ് അതിനു വേണ്ടിയാണ് വെറ്റ്ലാൻഡിന് വേണ്ടിയുള്ള കൺവെൻഷൻസ് നമ്മൾ സൈൻ ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സെൻറ്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റ്. ഇന്ത്യൻ ലാൻഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4.6% വെറ്റ്ലാൻഡ്സ് ആണ്. ഇത് ഏകദേശം ഏരിയ പറയുകയാണെങ്കിൽ 50.2 മില്യൺ ഹെക്ടേഴ്സ് വരും. നമ്മുടെ റാംസാർ സൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ 42 സൈറ്റ്സ് ആണ് റാംസാർ സൈറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ റാംസാർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ്ലാൻഡിന് വേണ്ടിയുള്ളൊരു കൺവെൻഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ 1974 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് യുനെസ്കോ ആണ്. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ ആദ്യം കൂടിയത് 2 ഫെബ്രുവരി 1971 ഇറാനിൽ വെച്ചായിരുന്നു. അതിനുശേഷം 1974 യുനെസ്കോ ഈ ഒരു റാംസാർ കൺവെൻഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കെയിം ഇൻ ടു എഫക്റ്റിൽ വന്നത് 1975 ഇന്ത്യ റാംസാർ കൺവെൻഷൻ്റെ ഭാഗമാണ്. 1 ഫെബ്രുവരി 1982 ഇന്ത്യ റാംസാർ കൺവെൻഷനിൽ ഒപ്പുവെക്കുന്നത്. 2021 ഈ റാംസാർ കൺവെൻഷൻ്റെ 50ാമത്തെ വാർഷികമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വേൾഡ് വെറ്റ്ലാൻഡ് ഡേയിൽ 2021 ഇന്ത്യ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിന് വേണ്ടി ആദ്യത്തെ നാഷണൽ സെൻറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റ്. ഇന്ത്യയിലെ റാംസാർ സൈറ്റിൽ ഏറ്റവും ലാർജസ്റ്റ് ചിൽക്ക ലേക്കാണ്, ഒഡീഷയിലാണത്. ഏറ്റവും സ്മാളസ്റ്റ് എന്ന് പറഞ്ഞാൽ രേണുക, ഹിമാചൽ പ്രദേശിലാണ് രേണുക വെറ്റ്ലാൻഡ് ഉള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പ്രൈം മിനിസ്റ്റർ ടു ഇനാഗുറേറ്റ് ചൗരി ചൗറ സെൻറ്റിനറി സെലിബ്രേഷൻ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ ചൗരി ചൗറ ഇൻസിഡൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ ഒരു പ്ലേസ് ആണ് ചൗരി ചൗറ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രതിഷേധക്കാരും പ്രകടനക്കാരും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സെൻറ്ററിൽ എത്തുകയും അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും ചെയ്തു. അതിനുള്ളിലെ പോലീസ് ഓഫീസർ മരണപ്പെടുകയും ചെയ്തു. ഈ ഇൻസിഡൻ്റ് ആണ് ചൗരി ചൗറ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നടന്നത് 4 ഫെബ്രുവരി 1922 ഇതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു 12 ഫെബ്രുവരി 1922 ഗാന്ധിജി കോൺഗ്രസ് ലീഡേഴ്സുമായി ചേർന്നിട്ട് ബർഡോലിയിൽ മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഡിസപ്പോയിൻറ്റഡ് ആക്കി ഗാന്ധിജിയുടെ ഈ ഒരു തീരുമാനം. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ചൗരി ചൗറ ഇൻസിഡൻറ്റിന് ശേഷം വിഡ്രോ ചെയ്തത് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻ്റ് അല്ല. എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പം April 6, 1930 ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ 78 ഫോളോവേഴ്സും കൂടി ചേർന്നിട്ട് സാൾട്ട് സത്യാഗ്രഹ കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് 1930 1922 ചൗരി ചൗറ ഇൻസിഡൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്തത്. 2021 ചൗരി ചൗറ ഇൻസിഡൻറ്റിൻ്റെ 100ാം വാർഷികമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉത്തർപ്രദേശിലെ 75 ഡിസ്ട്രിക്റ്റിലാണ് പ്രൈം മിനിസ്റ്റർ ചെയ്യുന്നത്, ഈ ചൗരി ചൗറ സെലിബ്രേഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, അലാം ഓവർ ഡാമേജ് ടു ഹെറിറ്റേജ് സൈറ്റ്. ഈ ഒരു ആർട്ടിക്കിളിൽ ലിംഗരാജ ടെമ്പിളിനെ പറ്റിയാണ് പറയുന്നത്. ഒഡീഷയിലെ ഭുവനേശ്വറിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹിന്ദു ടെമ്പിളാണ് ലിംഗരാജ ടെമ്പിൾ. ഇത് ലോർഡ് ശിവയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. സോമവംശ ഡൈനാസ്റ്റിയിലെ ജജതി കേശരിയാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ കൊണ്ടുപോയത് ഗംഗ റൂളേഴ്സാണ്. ഗംഗ റൂളേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഏഷ്യൻ്റ് ഹിസ്റ്ററിയിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, പോയി റെഫർ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിംഗ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറാണ്. റെഡ് സ്റ്റോണിലാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇറ്റ്സ് ഗുഡ് ബൈ ടു ഫിസ്ക്കൽ ഓർത്തഡോക്സി. ഈ ഒരു ആർട്ടിക്കിളിൽ വാഷിങ്ടൺ സെൻസസിനെ പറ്റിയാണ് പറയുന്നത്. വാഷിങ്ടൺ സെൻസസിൻ്റെ ഒരു ഐഡിയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ മാർക്കറ്റ് എക്കണോമിക് പോളിസിയാണ്. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് വേൾഡ് ബാങ്ക്, IMFും UN-ൻ്റെ ട്രഷറീസുമാണ്. അപ്പോൾ ഇവരുടെ സപ്പോർട്ടോട് കൂടിയാണ് വാഷിങ്ടൺ സെൻസസ് വന്നേക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ള കൺട്രീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്പിംഗ് എക്കണോമീസിനെ ഡിസ്കറേജ് ചെയ്യുക. എങ്ങനെ ഡിസ്കറേജ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ള കൺട്രി ആണെങ്കിൽ ആ രാജ്യത്തിന് വേൾഡ് ബാങ്കും IMFും ഒന്നും ലോൺ കൊടുക്കില്ല. ഇതാണ് ഇവരുടെ ഫസ്റ്റ് സ്ട്രാറ്റജി. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ട്രേഡ് ബാരിയേഴ്സൊക്കെ എന്ത് ചെയ്യും, ഒന്നും കൂടി റിലാക്സ് ചെയ്യും. അങ്ങനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ രാജ്യങ്ങളിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും വാഷിങ്ടൺ സെൻസസിൻ്റെ ഒരു സെക്കൻഡ് സ്ട്രാറ്റജിയാണ്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റെഗുലേഷൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ ബിസിനസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് റെഗുലേഷൻ വേണ്ടുന്ന കാര്യമല്ല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ മാർക്കറ്റ് എക്കണോമിക് പോളിസി ആണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ വേണ്ടുന്നത് എന്താണ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അല്ല, എന്താണ്, പ്രൈവറ്റൈസേഷൻ ആണ് വേണ്ടുന്നത്. സോ ബിസിനസ്സിൽ കൂടുതൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതും ഇവരുടെ സ്ട്രാറ്റജിയാണ്. സോ ഇന്ത്യ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ 2021 9.5%, 2022 6.8% ഓഫ് GDP ആണെന്നാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം പറഞ്ഞത്. നമുക്കറിയാം, നമുക്ക് FRBM ആക്ട് ഉണ്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5%-ൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ ഹൈ ആണ്. ഇതുകൊണ്ട് തന്നെ വാഷിങ്ടൺ സെൻസസിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇന്ത്യൻ എക്കണോമി വയലേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ. അതിനാണ് ഇപ്പം ഇൻഷുറൻസ് സെക്ടറിൽ ബഡ്ജറ്റിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 49% നിന്ന് 74% FDI ഇൻക്രീസ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പബ്ലിക് സെക്ടേഴ്സ് മെർജ് ചെയ്തിട്ട് പ്രൈവറ്റ് ആക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. സോ തേർഡ് പ്രിൻസിപ്പിളും ഇന്ത്യ നോക്കുന്നുണ്ട്. അതായത് മാക്സിമം പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരാനും ഇന്ത്യൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഷിങ്ടൺ സെൻസസിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള വേൾഡ് ബാങ്കും IMFും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് സെനേറിയോ നോക്കുകയാണെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടണമെന്നാണ് ഇവർ പറയുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് ഇല്ലാതെ ഒരിക്കലും നമ്മുടെ എക്കണോമിയെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത്. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ US ഉണ്ടായത്. അപ്പോൾ അതിന് ശേഷമാണ് US എന്ത് ചെയ്തത്, ഗവൺമെൻറ് സ്പെൻഡിങ് കൊണ്ടുവരാൻ നോക്കിയത്. അതോടുകൂടിയാണ് എന്ത് ചെയ്തത്, അവരുടെ എക്കണോമി അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. ഒപ്പം തന്നെ 2008 വീണ്ടും US ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്. അത് US മാത്രമല്ല ബാധിച്ചത്, ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിനെ ബാധിച്ചു. പക്ഷേ ഇന്ത്യയും ചൈനയും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗവൺമെൻറ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ എക്കണോമിക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ സ്റ്റിമുലസ് വഴി എക്കണോമിയിലേക്ക് മണി ഇൻജെക്റ്റ് ചെയ്യുകയും എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴേക്കും തിരിച്ച്
പൈസ എക്കണോമിയിൽ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയും മറ്റ് ടാക്സ് കൂട്ടിയും എന്ത് ചെയ്യുക, ആ റവന്യൂ തിരിച്ച് കളക്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. സോ നമുക്ക് വേണ്ടുന്നത് എക്കണോമിയിൽ ഒരു പ്രോപ്പർ ഗവൺമെൻറ് കൺട്രോളാണ്. പിന്നെ ഓർക്കേണ്ട കാര്യം ടാക്സ് ടു GDP റേഷ്യോ, അതായത് നമ്മുടെ റവന്യൂ കളക്ഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു, GSTയുടെ വരവ്, അതുപോലെ തന്നെ കോവിഡ് സിറ്റുവേഷൻ. ഇത് കാരണമാണ് നമ്മുടെ റവന്യൂ കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ റവന്യൂ തിരിച്ചു പിടിക്കാനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന ഫസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഗവൺമെൻറ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, അതായത് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ടല്ലോ, ഗവൺമെൻറ് അണ്ടറിലുള്ള ആ യൂണിറ്റുകളെ എന്ത് ചെയ്യുക, പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുക. പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുമ്പോൾ എന്ത് കിട്ടും, ഇവർക്ക് റവന്യൂ കിട്ടും. അതുവഴി എന്ത് ചെയ്യുക, ഈ റവന്യൂ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇതൊരു ലോങ് ടേം സൊല്യൂഷൻ ആവില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇപ്പം തന്നെ ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറയുന്നുണ്ട് 2 പബ്ലിക് സെക്ടർ ബാങ്കിനെ പ്രൈവറ്റ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം 1970 ശേഷമാണ് നമ്മൾ ഒരുപാട് പ്രൈവറ്റ് ബാങ്ക് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ദിരാഗാന്ധി നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് കൊണ്ടുവന്നത്. കാരണം പ്രൈവറ്റൈസേഷൻ ഓഫ് ബാങ്ക് വരുമ്പം എന്താണ്, ഒരുപാട് ജോബ് ലോസസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ബാങ്ക് ആകുമ്പോൾ കുറച്ച് ഫേവറിറ്റിസം ഉണ്ടാവും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയും ഉണ്ടാവാനുള്ള കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റൈസേഷൻ ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സെക്കൻഡ് ഓർക്കേണ്ട കാര്യം, നമ്മൾ ഇന്നലെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമ്മുടെ രാജ്യത്തിലുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന സ്കീമിൻ്റെ ആ ഒരു ലോജിക്ക് തന്നെ ഇല്ലാതാവുമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗവൺമെൻറ് കൺട്രോളാണ് വേണ്ടുന്നത്. അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുകയും വേണം, എന്നാൽ എക്കണോമി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യുകയും വേണം. അങ്ങനെ മാത്രമേ ഇത് നമുക്ക് ഒരു സൊല്യൂഷനിൽ എത്തിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ മ്യാൻമാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇന്നത്തെ ന്യൂസിൽ മ്യാൻമാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് കാണാം. അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെയൊക്കെ ഹിസ്റ്ററി പോകുന്നത് 2020 നവംബറിലെ എലക്ഷൻസ് ആണ്. സോ ആ 2020 നവംബർ എലക്ഷൻസിനെ പറ്റി ആദ്യം പറയാം. മ്യാൻമാറിൽ 2 പാർട്ടീസാണുള്ളത്. ഫസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പാർട്ടി. അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. സെക്കൻഡ് ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി അലയൻസ് ഉള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ മിക്ക മെമ്പേഴ്സും സോൾജിയേഴ്സ് ആയിരിക്കും. ആ പാർട്ടിയുടെ പേരാണ് യൂണിയൻ സോളിഡാരിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഇവിടെ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. മ്യാൻമാറിലെ എലക്ഷൻ ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റമാണ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആർക്കാണോ ഏറ്റവും വോട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാണോ ഹയസ്റ്റ് വോട്ട് കിട്ടുന്നത്, ആ പാർട്ടിയായിരിക്കും റൂളിംഗ് പാർട്ടിയായിട്ട് മാറുന്നത്. ഇനി പാർലമെൻറ്റിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ പാർലമെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, മ്യാൻമാറിൽ യൂണിയൻ അസംബ്ലി എന്ന് വിളിക്കാം. യൂണിയൻ അസംബ്ലിയിൽ 2 ഹൗസസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ബൈക്യാം ലെജിസ്ലേഷൻ ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, അത് ലോവർ ഹൗസ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് നാഷണാലിറ്റീസ്. ഫസ്റ്റ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ലോവർ സീറ്റാണ്, ഏകദേശം 400 സീറ്റുണ്ട്. ഇതിൽ 25% മിലിറ്ററി ആയിരിക്കും. അതായത് 25% സീറ്റ് മിലിറ്ററിക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചേക്കുന്നത്. അപ്പർ ഹൗസായിട്ടുള്ള ഹൗസ് ഓഫ് നാഷണാലിറ്റീസിലും 25% സീറ്റ് മിലിറ്ററിക്കാണ്. മ്യാൻമാറിലെ മിലിറ്ററിയുടെ പേരാണ് തത്മത് ദാവ്. ഇനി ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പാർട്ടി ഉണ്ടല്ലോ, അത് 2015 ഇവിടെ ഇലക്ഷന് ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു ഞങ്ങളിവിടെ ഫുൾ ഡെമോക്രസി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ മിലിറ്ററി കൺട്രോളിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റിൽ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻ അസംബ്ലിയിൽ ഈ സോൾജിയേഴ്സിനുള്ള 25% എടുത്തു മാറ്റാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോസ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹോം, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ബോർഡർ അഫയേഴ്സ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സോൾജിയേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 25% റിസർവേഷൻ എടുത്ത് കളയണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യൂണിയൻ അസംബ്ലിയിൽ മെജോറിറ്റി വോട്ട് വേണം. എന്നാൽ ഈ ഒരു റിമൈനിങ് സോൾജിയേഴ്സ് കഴിഞ്ഞാൽ 75% ആണ് പാർട്ടി മെമ്പേഴ്സ് ഉള്ളത്. പക്ഷേ ഈ പാർട്ടി മെമ്പേഴ്സിലെ പകുതി, ഈ 75% ഫുള്ളി മിലിറ്ററിയെ എടുത്ത് കളയണം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ സ്റ്റിൽ അതൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. ഇനി മ്യാൻമാറെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം റോഹിംഗ്യ ഇഷ്യൂസാണ്. മ്യാൻമാറിലെ മുസ്ലിം മൈനോറിറ്റീസാണ് റോഹിംഗ്യ. ഇവർ
ഇവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മ്യാൻമാറിലെ റാഖൈൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൈനോറിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഈ മിലിറ്ററി പവേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി, വളരെ രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. വേൾഡ് അറ്റൻഷൻ കിട്ടിയിട്ടുള്ളൊരു ഇഷ്യൂ ആണിത്. സോ ഇത് കാരണം ഈ റോഹിംഗ്യാസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ താമസിക്കുന്നത് ബംഗ്ലാദേശിലും ഇന്ത്യയിലുമാണ്. ഇവരുടെ കംപ്ലീറ്റ് റൈറ്റ്, മ്യാൻമാറിലുള്ള അവരുടെ കംപ്ലീറ്റ് റൈറ്റ് ഈ മിലിറ്ററീസ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊരു ഇഷ്യൂ വന്നാലും നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പം ഒരു രാജ്യത്ത് നമ്മുടെ നെയ്ബറിങ് കൺട്രീസ് ആവാം അല്ലെങ്കിൽ വേൾഡിലുള്ള ഏത് കൺട്രി ആണെങ്കിലും എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫേവറായിട്ടുള്ള പാർട്ടി വന്നില്ല, ഓപ്പോസിഷൻ പാർട്ടി വരുവാണെങ്കിൽ നമ്മുടെ പോളിസീസിന് എല്ലാം അത് ബാധിക്കും. കാരണം ഒരു ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഓപ്പോസിറ്റ് പാർട്ടി അവിടെ വരുവാണെങ്കിൽ നമ്മൾ സൈൻ ചെയ്ത പോളിസി അവർ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതാണ് നമ്മുടെ ഒന്നാമത്തെ കൺസേൺ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമാറിലെ ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലോസർ ടു ചൈനയാണ്, ചൈനീസ് അലൈസ് ആണ്. അപ്പോൾ അവർ വരുവാണെങ്കിൽ ഇന്ത്യക്ക് അത്ര ഫേവറബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി വിജയിക്കുന്നതാണ് എപ്പോഴും ഇന്ത്യയുടെ ഒരു ഇമ്പാക്റ്റിന് നല്ലത് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് മ്യാൻമാറിലെ 2020 പൊളിറ്റിക്സിനെ പറ്റിയായിരുന്നു. ഇനി ഇപ്പോഴത്തെ ന്യൂസ് പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് കാണാം. ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റയൊരു സിംഗിൾ ആർട്ടിക്കിളായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ആർട്ടിക്കിൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 നവംബറിലായിരുന്നു ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഭരണത്തിൽ വന്നത്, ഇലക്ഷനിൽ ജയിച്ചു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1, 2021, അതായത് 2 ദിവസം മുമ്പാണ് ഇവർ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പാർലമെൻറ്റിൽ. പക്ഷേ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യാൻമാറിൽ എമ്പാടും സൈനിക അട്ടിമറി നടന്നു. സോ എന്താണ് പെട്ടെന്നൊരു സൈനിക അട്ടിമറി ഉണ്ടാവാനുള്ള കാരണം? മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയെ ലെഡ് ചെയ്യുന്നത് അനാസൂക്കിയാണ്. അനാസൂക്കി പീസിന് നോബൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ്. ഒപ്പം തന്നെ എല്ലാ ജനങ്ങളോടും ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് ഉള്ളതാണ്. ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മ്യാൻമാറിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാർട്ടിയുടെ ഹെഡാണ് അനാസൂക്കി എന്ന് പറയുന്നത്. ഇതാണ് മിലിറ്ററിയുടെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത്. 2015 ശേഷം വീണ്ടും ഇതേ പാർട്ടി തന്നെ 2020 വിജയിച്ചപ്പോഴേക്കും ഇപ്പം അവർ മിലിറ്ററി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നടന്ന 2020 എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലറാണ്. അവർ ഈ ഇലക്ഷനിൽ ഒരുപാട് മാൽ പ്രാക്ടീസസ് നടന്നു എന്ന് ക്ലെയിം ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് ഈ ക്ലെയിമുമായിട്ട് അവിടുത്തെ യുണൈറ്റഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് മ്യാൻമാറെ അപ്രോച്ച് ചെയ്തു. എന്നാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇത് മിലിറ്ററിയുടെ മിഥ്യാധാരണകളാണെന്ന് തന്നെയാണ് അവർ കൺസിഡർ ചെയ്തത്. ഒപ്പം തന്നെ നിലവിലെ ഗവൺമെൻറ്റിനോട് പറഞ്ഞത് പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ ഇവർക്കെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്തത്, ഈ ഒരു സൈനിക അട്ടിമറി ഉണ്ടാക്കിയത്. അതുപോലെ ഇവരൊരു ഇയർ ലോങ് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തു. ഇതിൻ്റെ ആക്ച്വൽ റീസൺസ് പറയുകയാണെങ്കിൽ ഇപ്പം പാർലമെൻറ്റിൽ ഇപ്പം നടന്ന ഇലക്ഷനിൽ മിലിറ്ററി ലെഡായിട്ടുള്ള പാർട്ടിക്ക് വെറും 33 സീറ്റ് മാത്രമേ നേടാൻ പറ്റുള്ളൂ. ഇത് കാണിക്കുന്നത് ഇവരുടെ പോപ്പുലാരിറ്റി ജനങ്ങൾക്കിടയിൽ നിന്ന് നഷ്ടമാവുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ മിലിറ്ററിയുടെ ജനറലായിട്ടുള്ള മിൻ ഓങ് ഹിലാങ്ങിൻ്റെ ടേം 2021 കൺക്ലൂഡ് ചെയ്യണം. അത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കൂടുതൽ മിലിറ്ററി പവർ ഇമ്പോസ് ചെയ്യാനും കൂടി വേണ്ടിയാണ് പെട്ടെന്നൊരു സൈനിക അട്ടിമറി നടത്തിയത്. ഇത് ആദ്യമായിട്ടാണോ നടക്കുന്നത്? അല്ല. 1962 1990 ഇതേ സെയിം സൈനിക അട്ടിമറി മ്യാൻമാറിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ പാർട്ടിയെയും അല്ലെങ്കിൽ ആ ഒരു ഹെഡിനെ ഡീട്രോൺ ചെയ്തിട്ടാണ് മിലിറ്ററി അവരുടെ പവർ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ നോക്കേണ്ടത് ഇതിൻ്റെ ലീഗൽ പവറാണ്. അതായത് ഇപ്പോൾ ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കൊക്കെ അധികാരം? അവിടുത്തെ ഗവൺമെൻറ്റിനും പറ്റും, ജനങ്ങൾക്ക് പറ്റും, ഒപ്പം തന്നെ എന്താണ് മിലിറ്ററിക്കും പറ്റും. അത് അങ്ങനത്തെ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു രാജ്യത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം ആർക്കാണ്, അല്ലെങ്കിൽ ആ പവർ ആർക്കാണ് കൊടുത്തേക്കുന്നത്? ഇപ്പം എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് യുണൈറ്റഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് മ്യാൻമാർ ആണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ മ്യാൻമാറിലെ ആർട്ടിക്കിൾ 417 പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള അധികാരം അവിടുത്തെ പ്രസിഡൻറ്റിനാണ്. പക്ഷേ അത് പ്രൊക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് പ്രസിഡൻറ്റ് നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കൺസൾട്ടേഷൻ വാങ്ങണം. ഇതാണ് മ്യാൻമാറിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത്. അതായത് മിലിറ്ററിക്ക് ഒരു എമർജൻസി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം ഇല്ല.
പക്ഷേ ഇവിടെ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യാൻമാറിലെ പ്രസിഡൻറ്റിനെ ഇപ്പോൾ എന്താണ് ഈ മിലിറ്ററി തടവിലാക്കി വെച്ചേക്കുവാണ്, വീട്ടുതടങ്കലിലാണ്. ഒപ്പം തന്നെ എന്താണ് ഈ മിലിറ്ററി എന്ത് ചെയ്തിട്ടില്ല, നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കൗൺസിലുമായിട്ട് കൺസൾട്ടേഷനും നടത്തിയിട്ടില്ല. ഇനി ഒരു ഹിസ്റ്റോറിക് ഫാക്റ്റ് നോക്കുവാണെങ്കിൽ 2008 മിലിറ്ററി അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് വന്നത്. എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ അതിനു മുമ്പ് വരെ മിലിറ്ററി കൺട്രോൾഡ് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു മ്യാൻമാർ. പക്ഷേ മിലിറ്ററി തന്നെ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിൻ്റെ റീസൺ എന്തായിരിക്കും? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നും ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുമുള്ള പ്രഷർ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ. ഈ പ്രഷർ എന്ന് പറയുമ്പോൾ അവർ എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടാണ് വരട്ടുന്നത്. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യാൻമാറിനോട് എപ്പോഴും പറഞ്ഞു, നിങ്ങൾ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് മിലിറ്ററി കൺട്രോളിൽ ഉള്ളൊരു രാജ്യവുമായിട്ട് ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റും ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് കൺസേൺ ആണ്. കാരണം മ്യാൻമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് മ്യാൻമാറിൻ്റെ എക്കണോമി എന്തല്ല, ഓപ്പൺഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ്ഡ് എക്കണോമി ആകുമ്പോൾ അവിടുത്തെ എക്കണോമി വളരെ വീക്കറാവാൻ തുടങ്ങും. ഈ രണ്ട് കേസുകൾ. അപ്പോൾ ഈ എക്കണോമി എന്ത് ചെയ്യണം, കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് മ്യാൻമാർ 2008 എന്ത് ചെയ്തത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ 2008 അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തു. 2010 അടുത്ത ഇലക്ഷൻ വന്നത്. എന്നാൽ ഈ ഒരു ഡെമോക്രാറ്റിക് ലെഡ് ആയിട്ടുള്ള ആ പാർട്ടി ഈ ഇലക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. കാരണം ഒരു പ്രഷർ കാരണമാണ് മിലിറ്ററി പേരിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ട് മുമ്പോട്ട് വിജയിച്ച് വരുവാണെങ്കിൽ എന്താണ്, ഈ മിലിറ്ററിയുടെ പപ്പറ്റായിട്ട് മാറത്തേ ഉള്ളൂ, ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇലക്ഷനിൽ നിന്ന് ഈ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടുനിന്നത്. അതിനുശേഷം എന്താണ്, ആ മിലിറ്ററി ഹെഡായിട്ടുള്ള പാർട്ടിയായിരുന്നു 2010 അധികാരത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ 5 വർഷത്തോടു കൂടി ഇവരുടെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസവും നഷ്ടപ്പെടാൻ തുടങ്ങി. അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ഒരുപാട് പേരെ ഇവരെ അറസ്റ്റ് ചെയ്യുകയും പെർസിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 2010 ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മീഡിയ ഫ്രീഡം കുറച്ചും കൂടി ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. മീഡിയ ഫ്രീഡം വന്നതോടു കൂടിയാണ് ഈ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. അതിനുശേഷമാണ് എന്ത് ചെയ്തത്, ഈ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ത് ചെയ്തത്, 2015 ഇലക്ഷന് പങ്കെടുത്തത്. അങ്ങനെ 2015 ഈ ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ ഈ ഒരു മിലിറ്ററി മുമ്പ് ചെയ്തു വെച്ച അമെൻമെൻ്റ് ഉണ്ടല്ലോ, 25% സീറ്റ് പാർലമെൻറ്റിലുള്ളത്, ഇത് കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ വലിയ മാറ്റം വരുത്താൻ ഈ ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റേണൽ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ മ്യാൻമാറിൽ ഇനിയിപ്പോൾ എന്താണ്, ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ ആ ഗവൺമെൻറ്റിന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ US ഉം UK യും യൂറോപ്യൻ യൂണിയനും മറ്റ് പല രാജ്യങ്ങളും ഇതിനെപ്പറ്റി ഒരുപാട് കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്. മിലിറ്ററിയുടെ ഇപ്പോഴത്തെ ഈ ഒരു സൈനിക അട്ടിമറി ഒരിക്കലും ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് കമൻറ്റ് ചെയ്തത്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് വറീഡാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു പോളിസി എന്താണ്, മറ്റ് രാജ്യങ്ങളുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സിൽ ഇന്ത്യ പോയി ഇടപെടില്ല. നമ്മൾ ചൈന എന്താണ്, എല്ലാ കൺട്രീസിൻ്റെ ഇൻറ്റേർണൽ മാറ്ററിൽ ഡയറക്റ്റ് പോയി ഇടപെടുവാണ്. അപ്പം നമുക്കൊരു നോൺ ഇൻ്റർഫറൻസ് പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പം സൈലൻ്റ് ആണ്. പിന്നെ ഇന്ത്യയുടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടിയായിട്ട് ഇന്ത്യക്ക് നല്ല ടേംസ് ഉണ്ട്. ഈവൻ മിലിറ്ററി ലെഡ് പാർട്ടി ചൈനയുമായിട്ടൊരു ക്ലോസ് റിലേഷൻ ഉണ്ടെങ്കിലും ഇന്ത്യയുമായിട്ടും അതേ റിലേഷൻ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 പാർട്ടിയാണെങ്കിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ അവിടെ ഒരു ഡെമോക്രാറ്റിക് ലെഡ് ആയിട്ടുള്ളൊരു ഒരു ഗവൺമെൻറ് വരണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെയും ആഗ്രഹം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ചൈനയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ നടക്കുന്ന മ്യാൻമാറിലെ സൈനിക അട്ടിമറി ചൈന ഇതുവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. കാരണം ചൈന ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല, ഓട്ടോക്രാറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പാർട്ടി വന്നപ്പം ചൈനയുടെ ഇൻഫ്ലുവൻസ് മ്യാൻമാറിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി മിലിറ്ററി കൺട്രോളും കൂടി പോയി കഴിഞ്ഞാൽ എൻറ്റയർ ഇൻഫ്ലുവൻസ് പോകുമെന്നുള്ളത് ചൈനയുടെ കൺസേൺ ആണ്. അതുമാത്രമല്ല ചൈന ഇനിയിപ്പം മ്യാൻമാറിൽ ഉപയോഗിക്കാൻ പോകുന്ന കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് എന്തുകൊണ്ട് UN സെക്യൂരിറ്റിയിൽ വോട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോട്ട് ചൈന മ്യാൻമാറെ എന്തായാലും സപ്പോർട്ട് ചെയ്യും. കാരണം US ഇനി ഉടനെ തന്നെ വീണ്ടും എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മ്യാൻമാറിനെ സപ്പോർട്ട് ചെയ്ത് ചൈന നിൽക്കാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ചൈന ഇനി യൂസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്ട്രാറ്റജി.
That's it. Waiting for your valuable suggestions. Thank you for watching.